പറയുന്നത് സ്വലാത്ത് നമുക്ക് ഒന്നും ആവാം, ദിക്റാവാം, അന്നദാനമാവാം. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നതിനാൽ ആ റബീഉൽ അവ്വൽ 12-നോ ആ മാസത്തിനോ പ്രത്യേകമായി പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്തില്ല, ഒരു ദിക്ർ ഇല്ല, ഒരു അന്നദാനമില്ല. ഇതാ നമ്മൾ പറയുന്നത്. ഈ വിഷയം ഒന്ന് അമ്പലക്കട പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏൽപ്പിക്കാർ 3 നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാൻ സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാറി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. മൗലിദാഘോഷത്തിലും ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവിടെ പരിഹാരമായി. എന്ത്? റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകിച്ച് ഒരു കൂലിയില്ല, ആ മാസം ചൊല്ലണേ പ്രത്യേകിച്ച് ഒരു പ്രതിഫലമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാധാരണ ചൊല്ലണമാതിരി ചൊല്ലാണോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ പല നിലയ്ക്ക് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആ റബീഉൽ അവ്വലിലായാലും നമ്മൾ ചൊല്ലും, അല്ലെങ്കിൽ ചൊല്ലും. ഇതാണല്ലോ നമ്മുടെ സ്ഥിതി. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കണം, അതിലും തർക്കമില്ല. ആ റബീഉൽ അവ്വലാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. റബീഉൽ അവ്വൽ പ്രത്യേകിച്ച് പുണ്യമുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ റിസാലയിൽ. അതിനൊക്കെ 2 പെരുന്നാളൊക്കെ വലിയ ആഘോഷമാണ്. അവിടെ പ്രശ്നം. അങ്ങനെ പ്രത്യേക പുണ്യം കരുതിയാൽ തെറ്റാണ്, അനാചാരാണ്, ബിദ്അത്താണ്, തടയേണ്ടതാണെന്നാണ് അമ്പലക്കടവ് പറഞ്ഞത്. ഇനി കേൾക്കണം നിങ്ങൾക്ക്. സ്വലാത്ത് തന്നെ എങ്ങനെയൊക്കെ സ്വലാത്ത് ഇൽഹാമിലൂടെ എങ്ങനെ സ്വലാത്ത് കിട്ടുകയാണെന്ന് പറഞ്ഞത്. എങ്ങനെ ഒരു സ്വലാത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് വരികയാണ്. ഇപ്പൊ കേൾക്കാൻ നമ്മൾ അമ്പലക്കടവ് തന്നെ പറയാൻ പോവാണ്. നമ്മളെ കണ്ണിയത്ത് മുസ്ലിയാർക്ക് മൂപ്പർക്ക് ഒരു സ്വലാത്ത് കിട്ടിയത്ര ഹുസ്നുൽ ഖവാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു സ്വലാത്ത് കിട്ടിയ കഥ പറയുന്നു. ഉറക്കത്ത് കണ്ട കഥയാണ്. എന്നിട്ട് ചെറുശ്ശേരിയോട് പറഞ്ഞ കഥയൊക്കെ അയാൾ പറയുന്നു. ഒരു ലേശം കൂടി സംസാരിക്കുന്നുള്ളൂ, പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ആ ഭാഗം കൊടുത്ത് കാണാം. വയോധികരായ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പ്രഗത്ഭനായ ദീർഘകാലത്ത് അധ്യക്ഷനായിരുന്ന ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന് ഖബറല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ കറാത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധനായ മഹാനായ പണ്ഡിതൻ അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിനോട് നേരിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് സിയാറത്ത് സന്ദർശിക്കാൻ ചെന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ചെറുശ്ശേരി എനിക്കൊരു ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. ചിരിക്കാണ് കണ്ണിയത്ത് ഉസ്താദ്. ജയന്തി മുസ്ലിയാരെ എനിക്കൊരു ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. എന്താണ് ശൈഖുനാ ഇജാസത്ത്? ഇതാ എനിക്കൊരു സ്വലാത്തിന്റെ പ്രത്യേക സ്വലാത്തിന്റെ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. ആ സ്വലാത്ത് ദായിമാക്കിയാൽ എന്റെ ജയന്തി മുസ്ലിയാരെ ഞാൻ മരിക്കുന്ന സമയം മുതൽ, എന്നെ കുളിപ്പിക്കുന്ന സമയം മുതൽ, എന്നെ കഫൻ ചെയ്യുന്ന സമയം മുതൽ, എന്നെ കബറടക്കുന്ന സമയം മുതൽ, മുങ്കർ നക്കീർ വരുന്ന സമയം ഉൾപ്പെടെയുള്ള മരണവുമായി ബന്ധപ്പെട്ട സകലമായ മേഖലകളിലും എന്റെ ഹബീബായ, എന്റെ മാഷൂക്കായ, എന്റെ മഹാന്മാരിൽ മഹാനായ, എന്റെ പ്രിയങ്കരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊപ്പം നായകത്വം നൽകി എനിക്ക് തുണക്കും സഹായത്തിനും ഉണ്ടാകും. അതാണ് ആ സ്വലാത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു സ്വലാത്തിന്റെ ഇജാസത്ത് കിട്ടിയിരിക്കുന്നു. ഹുസ്നുൽ ഖവാത്തിം, നല്ല ഖാത്തിമത്തുണ്ടോ? ഉറക്കത്ത് കണ്ടാൽ മതി. ഒരു സ്വലാത്ത് ഇജാസത്ത് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കത്ത് കണ്ട സ്വലാത്തിട്ട് നടക്കുക. നമ്മൾ എതിർക്കണ്ടേ? ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരാൾ ഉറക്കത്ത് കണ്ടോ, മറ്റേ കിനാവ് കൊണ്ടിട്ട് നടന്ന ഇസ്ലാമിന്റെ കഥ എന്താവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂട്ടെ. ഇത് നമ്മൾ എതിർത്താ സ്വലാത്തിനെതിരെ. നമ്മൾ സ്വലാത്തിനല്ല എതിർക്കുന്നത്. ഇസ്ലാം ഇല്ലാത്തതിനെ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കണേ